ഹലോ എവരി വൺ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നിങ്ങളൊരു ടെക് യോഗ്യത ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കായുള്ള വളരെ മികച്ച ഒരു അവസരത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിജ്ഞാപനം നമുക്ക് ഈ ഒരു വർഷം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം നടക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതാണ് പോസ്റ്റ് നെയിം. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് AICTE പറയുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. അതായത് DNS അലവൻസ് ഗ്രാൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഏകദേശം 58%. അപ്പോൾ DNS അലവൻസിൽ ഇൻക്രിമെന്റ് വരിക. അപ്പോൾ അതും വളരെ നല്ലൊരു പോയിന്റ് കൂടിയാണ്. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് 20 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊരു ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അത് നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടാവും. അതിനെ പറ്റിയുള്ള വീഡിയോ തീർച്ചയായിട്ടും ചെയ്യും. ഇനി നമ്പർ ഓഫ് വേക്കൻസീസിനെ പറ്റി പരിശോധിക്കുമ്പോൾ 50ഓളം വേക്കൻസീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് പറയുന്നത്. ഏകദേശം 50ഓളം വേക്കൻസീസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്, അത്യാവശ്യം ചാൻസ് ഉണ്ട് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് BE or BTech and ME or MTech in relevant branch ആണ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ BE or BTech അല്ലെങ്കിൽ ME or MTechൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. MTech യോഗ്യത ഉള്ളവർക്കാണ് ഇതിലേക്ക് ME or MTech യോഗ്യത ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ BE or BTech അല്ലെങ്കിൽ ME or MTechന് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതും ഒരു യോഗ്യതയായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ക്വാളിഫിക്കേഷൻ. ഇനി സാലറി ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാലറി പാക്കേജ് ആണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. അതായത് ബേസിക് പേ നമുക്ക് 57,700ഓളം രൂപയാണ് ബേസിക് പേ ആയിട്ട് കിട്ടുക. ഇനി DNS അലവൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് 58% DNS അലവൻസ് DA ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 33,466 രൂപയോളം നമുക്ക് DNS അലവൻസ് ലഭിക്കുന്നുണ്ട്. ഇനി HRA ഹൗസ് റെന്റ് അലവൻസ് അത് 5% മുതൽ 10% വരെ ലഭിക്കും. അപ്പോൾ അത് നമ്മൾക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത്, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് റൂറൽ ഓർ സിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഹൗസ് റെന്റ് അലവൻസ് കൂടും. എന്തായാലും മിനിമം 5% മുതൽ 10% വരെ നിങ്ങൾക്ക് ഹൗസ് റെന്റ് അലവൻസും ലഭിക്കും. അപ്പോൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 94,051 രൂപയാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് GPF, GIS പോലുള്ള സ്കീമുകളിലേക്ക്, ഓക്കെ, നമുക്ക് പ്രോവിഡന്റ് ഫണ്ട് പോലുള്ള സ്കീമുകളിലേക്ക് ഒരു ഡിഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു നഷ്ടമല്ല, നമുക്കൊരു സേവിങ്സ് ആണ്. ഓക്കെ, അതിലേക്കുള്ള എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് വേണ്ടുന്ന ഡിഡക്ഷൻ എമൗണ്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. അതൊരു സേവിങ്സ് ആയിട്ട് അവിടെ കിടന്നോളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ഇൻഷുറൻസുകൾ, അതായത് മെഡിസെപ്പ്, NPS, SLA പോലുള്ള ചില സ്കീമുകൾ, അതും ഒരു നഷ്ടമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള ചെറിയ ഡിഡക്ഷൻസ് എല്ലാം ഈ ഒരു സാലറിയിൽ നിന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കി സാലറി ആയിരിക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഈ ഒരു പോസ്റ്റിലേക്ക് മുൻവർഷം നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 കാറ്റഗറി നമ്പർ 727/2021. അന്ന് എക്സാം നടന്നത് 30/6/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/11/2024. 63 കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അന്ന് കട്ട് ഓഫ് മാർക്ക് 40.33 ആയിരുന്നു. മാക്സിമം നമ്പർ ഓഫ് മാർക്ക് OMR എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് 56.67. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 റാങ്ക് ലിസ്റ്റ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 9/6/2026 റീസെൻ്റ്ലി ആണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നത്. ഇതുവരെയും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 20ഓളം അഡ്വൈസുകൾ നടന്നിട്ടുണ്ട്.
പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇതുവരെയും എക്സ്പയർ ആയിട്ടില്ല. റാങ്ക് ലിസ്റ്റ് 6/11/2027 വരെ റാങ്ക് ലിസ്റ്റ് ലൈവ് ആയിരിക്കും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് തീർന്നു കഴിയുമ്പോൾ പുതിയ നിയമനങ്ങൾക്കായിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എക്സ്പെക്റ്റഡ് സിലബസ് അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. 10 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. തുടർന്നുള്ള എല്ലാ മൊഡ്യൂൾസിൽ നിന്നും 15 മാർക്കിൻ്റെ വീതം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ, അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് തിയറി ഓഫ് മെഷീൻസ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെഷീൻ ഡിസൈൻ, മാനുഫാക്ചറിംഗ് ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നിവയാണ് ആ ടോപ്പിക്സ്, ആ മൊഡ്യൂൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 100 മാർക്കിൻ്റെ OMR എക്സാമാണ് നടക്കാനിരിക്കുന്നത്. അതിനുശേഷം ഇൻ്റർവ്യൂ, ഈ സ്റ്റെപ്പുകൾ വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു വർഷം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ സിലബസും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ട് നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിനായി ടെക് PSC നിങ്ങളെ സഹായിക്കാൻ ഒരു ലോങ് ടേം ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ടെക് PSC. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ തന്നെയാണ് ഈ വർഷവും ക്ലാസ്സുകൾ നയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയും ഒരു പക്ഷേ ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് ലഭ്യമാകും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, ടോപ്പിക് വൈസ് MCQs, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഈ ഒരു കോഴ്സ് വളരെ നേരത്തെ തുടങ്ങുകയാണ്, നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് വാലിഡിറ്റി ഏതുവരെ ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും സംശയം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം എന്നാണോ ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ദ റൈറ്റ് മെൻറ്റർഷിപ്പ് അത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെൻറ്റേഴ്സിനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ലഭിക്കാനായിട്ട് പോകുന്നത്. സജീവ് സാർ, അദ്ദേഹം 30ഓളം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾ ക്രാക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. ഇനി 10,000-ലധികം സ്റ്റുഡൻസിനെ ഇതിനോടകം മെൻറ്റർ ചെയ്തിട്ടുണ്ട്. MTech in machine design, BTech in mechanical engineering, and he also have 12 years of teaching experience. വളരെ നേരത്തെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്